നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ റൈറ്റ് ഇല്ലല്ലോ, നമുക്ക് കരയാൻ പറ്റില്ലല്ലോ. നമ്മൾ കരഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നാണക്കേടായി, സ്റ്റാറ്റസിനെ എഫക്റ്റ് ചെയ്യും. പുള്ളിക്ക് എന്താ ഒരു ഇങ്ങനെ തന്നെ പറയും, പെണ്ണാന്നൊക്കെ പറയും. കുട്ടികൾ ആരെയായിരിക്കും അനുസരിക്കുക, അച്ഛനെ ആയിരിക്കും അമ്മയായിരിക്കും? എനിക്കിഷ്ടമല്ല. തൻവീർ ഇഷ്ടമാണ് ആരെങ്കിലും വന്നിങ്ങനെ അഡ്വൈസ് ചെയ്യുന്നത്. ഐ ഫീൽ ഓക്വേർഡ്. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യാൻ ഇരിക്കുകയാണെങ്കിൽ തന്നെ ആരും വന്ന് പറഞ്ഞാൽ മൂട് പോയി ഇനി ചെയ്യുന്നില്ല, ചെയ്യാനിരിക്കരുത് പറഞ്ഞോണ്ട് ചെയ്യുന്നില്ല, പറഞ്ഞോണ്ടേ ചെയ്യില്ല. ഞാൻ ഇപ്പോഴും ഞാൻ ഉമ്മാക്ക് ഉമ്മ കൊടുക്കും. ഇപ്പോഴും വീഡിയോ കോൾ ചെയ്താലും ഉമ്മ എന്ന് പറഞ്ഞിട്ടേ ഞാൻ വെക്കോളൂ. ഉപ്പാക്ക് ഉമ്മ കൊടുക്കും. ബിക്കോസ് ഐ ഫീൽ ദോസ് മൊമെന്റ്സ് വിൽ നെവർ കം ബാക്ക്. ഒരു അച്ഛനും അമ്മയും ആദ്യം ആരാകണം ചോദിച്ചാൽ നല്ലൊരു കൂട്ടുകാരനാവണം. ദാറ്റ് മീൻസ് നമ്മൾ കേൾക്കുന്നതല്ല ഫോളോ ചെയ്യുന്നത്, നമ്മൾ കാണുന്നതാണ് ഫോളോ ചെയ്യുന്നത്. എങ്ങനെയാണോ അങ്ങനെ അവരങ്ങ് അക്സെപ്റ്റ് ചെയ്യുക, എക്സ്പെക്ടേഷൻ നിർത്തുക. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനോടും എക്സ്പെക്ട് ചെയ്യരുത്. പാരൻസ് നേരിടുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു വളരെ ഫാസ്റ്റ് ഫേസ്ഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മളുള്ളത്. പാരൻസിൻ്റെതായിട്ടുള്ള ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അതിനിടയിലാണ് ഈ പറഞ്ഞൊരു കുട്ടിയുടെ ഒരു എൻട്രിയും കൂടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ട് പാരൻസ് അനുഭവിക്കുന്നുണ്ടല്ലോ. അത് വലിയൊരു പ്രശ്നമല്ലേ ശരിക്കും? നമ്മുടെ പ്രശ്നങ്ങളിലും പരിഹാരം കണ്ടെത്തണം, അതിനിടയിൽ പാരന്റിങ് എന്ന് പറയുന്നത് വലിയൊരു ചുമതലയും കൊണ്ട് അത് ബാലൻസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിനകത്ത് എന്താ ചെയ്യാൻ പറ്റും? അത് തൻവീർ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു കോയിൻസിഡൻ്റലി ആണ് ഈ ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് നമ്മൾ വരുന്നത്. ഇതാരും ട്രെയിൻഡ് അല്ല. ഇവിടുത്തെ ഒരു വലിയ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം അങ്ങനെ പഠിപ്പിക്കാറില്ല. അതായത് കല്യാണത്തിന് മുമ്പ് ഇവർ കല്യാണത്തിന് ശേഷം എങ്ങനെയൊക്കെ ആയിരിക്കണം ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്ന കോഴ്സസ് ഇന്ന് അവൈലബിൾ ആണ്. ഞാൻ പറയുന്നത് നമ്മുടെ ജനറേഷനൊന്നും അവൈലബിൾ ആയിരുന്നില്ല. പ്രീ മാരിറ്റൽ കോഴ്സ്, പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ട ഗൈഡ് ലൈൻസ്, സ്റ്റെപ്സ്, ഇതൊന്നും ട്രെയിൻഡ് അല്ല. സോ വൺസ് യു ഡോണ്ട് let's understand this fact very clear. നമ്മൾ സയൻറ്റിഫിക്കായിട്ട് നമ്മളെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈ പെർഫോമൻസ് കിട്ടും. അത് ഏത് ഇൻഡസ്ട്രിയിലും ഏത് ഡൊമൈനിലും എപ്പോഴും അങ്ങനെയാണ്. സ്കില്ല് ഡെവലപ്പ് ചെയ്താലേ നമുക്ക് സ്കിൽഫുള്ളായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പാരൻ്റ് എന്ന സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പലപ്പോഴും ഒരു ഡെവലപ്മെൻ്റൽ പ്രോഗ്രാമിലൊന്നും ഇവർ പോകാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തോന്നിയ പോലെ എൻ്റെ ഉപ്പ ഉമ്മ എന്നെ എങ്ങനെയാണോ വളർത്തിയത് അതുപോലെയൊക്കെ ആയിരിക്കും ഞാൻ വളർത്താൻ പോകുന്നത്. ഒരു ചോദ്യം ചോദിക്കാം. ഒരച്ഛൻ കേട്ടോ വീട്ടിൽ, അച്ഛൻ അമ്മയെ തല്ലി, അമ്മ ഓടിപ്പോയി റൂമിൽ കതകടച്ചു, എന്നിട്ട് കമിഴ്ന്ന് കിടന്നു, കരഞ്ഞു. എന്തുകൊണ്ടായിരിക്കും? അച്ഛൻ അമ്മയെ തല്ലി, അമ്മ ഓടിപ്പോയി റൂമിൽ പോയി ഡോറടച്ചു, കമിഴ്ന്ന് കിടന്ന് കരഞ്ഞു. എന്തുകൊണ്ടായിരിക്കും? ഇതാരടുത്ത് പോയി പറയുന്നുള്ളതാണോ? ഓക്കെ, പിന്നീട് വേറെന്തെങ്കിലും ഓപ്ഷൻസ്? എന്തുകൊണ്ടായിരിക്കും ആ അമ്മ കമിഴ്ന്ന് കിടന്ന് കരഞ്ഞത്? അതങ്ങനെ എവിടെയെങ്കിലും കണ്ട് ശീലിച്ചതുകൊണ്ടായിരിക്കും. ആബ്സല്യൂട്ട്ലി. ആ അമ്മയുടെ അച്ഛനെ ആ അച്ഛൻ തല്ലിയപ്പോൾ അമ്മയുടെ അമ്മ ഓടിപ്പോയി റൂമിൽ കിടന്ന് കമിഴ്ന്ന് കിടന്ന് കരയുന്നത് ആ കുട്ടി കണ്ടിട്ടുണ്ട്. സിനിമയിൽ കണ്ടിട്ടുണ്ട്, ചുറ്റുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ അമ്മയെ ആ അച്ഛൻ തല്ലിയപ്പോഴും ആ അമ്മ അത് തന്നെ ചെയ്തു. ദാറ്റ് മീൻസ് നമ്മൾ കേൾക്കുന്നതല്ല ഫോളോ ചെയ്യുന്നത്, നമ്മൾ കാണുന്നതാണ് ഫോളോ ചെയ്യുന്നത്. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമാണ്, നമ്മൾ കാണുന്നതൊക്കെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ കാണുന്നതാണ് വിശ്വസിക്കുന്നത്, കാണുന്നതാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും എങ്ങനെയാണോ എന്നെ വളർത്തിയത് അതുപോലെയൊക്കെ ആയിരിക്കും ഞാനും വളർത്താൻ പോകുന്നത്. ഇനി ഇവിടെ ഉള്ളൊരു വിഷയം, ഈ പറയുന്നത് സയൻറ്റിഫിക്കായിട്ട് നമുക്ക് ചെയ്യാൻ നമുക്കറിവില്ല എന്നുള്ളത് ഒരു വിഷയം. 2, എനിക്ക് എൻ്റെ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ അറിയില്ല. ഞാനേ ഇമോഷൻസ് ഒന്നുകിൽ ഞാൻ എക്സ്പ്രസ് ചെയ്യാത്ത ആളായിരിക്കും, അല്ലെങ്കിൽ ഓവർ എക്സ്പ്രസ് ചെയ്യുന്ന ആളായിരിക്കും. എൻ്റെ ഇടയിൽ ഒരു സട്ടിലായിട്ടുള്ള ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ കുറവാണ്. ഒന്നുകിൽ ഭയങ്കര ആഗ്രസീവായിട്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എടുത്തുടുക്കുന്ന സ്വഭാവം, ഇല്ലെങ്കിൽ ഒന്നും കാണിക്കാത്തൊരു സ്വഭാവമുണ്ട്. ഇത് രണ്ടും പ്രശ്നമാണ്. എക്സ്പ്രസ് ചെയ്യാത്തതും കൺട്രോൾ ചെയ്യുന്നതും പ്രശ്നമാണ്. മാനേജ് ചെയ്യാൻ പറ്റണം. ആ വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യു ഷുഡ് നോട്ട് കൺട്രോൾ യുവർ ഇമോഷൻ, യു ഷുഡ് മാനേജ് യുവർ ഇമോഷൻസ്. പലപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്യാനാണ് പഠിപ്പിക്കാറുള്ളത്. നിങ്ങൾ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യാൻ പാടില്ല. കരയേണ്ട സമയത്ത് കരയണം. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഒരു ജെൻഡർ ബേസിസിൽ ആണുങ്ങൾ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കിനും അല്ലെങ്കിൽ അസുഖങ്ങൾക്കും ഒക്കെ പെട്ടെന്ന് വിധേയപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമോഷൻസ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കും. നമ്മൾ വെന്റിലേറ്റ് ചെയ്യില്ല. നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ റൈറ്റ് ഇല്ലല്ലോ.
നമുക്ക് കരയാൻ പറ്റില്ലല്ലോ. നമ്മൾ കരഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നാണക്കേടായി, സ്റ്റാറ്റസിനെ എഫക്റ്റ് ചെയ്യും. പുള്ളിക്ക് എന്താ ഒരു ഇങ്ങനെ തന്നെ പറയും, പെണ്ണാന്നൊക്കെ പറയും. ഇന്നിപ്പോ കുറെയൊക്കെ മാറിയിട്ടുണ്ട്, അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടൊവിനോ തോമസ് ഒക്കെ ഒരു ഇന്റർവ്യൂവില് പുള്ളി കരഞ്ഞപ്പോ പുള്ളിയെ കുറിച്ചിട്ട് ഒരുപാട് പോസിറ്റീവ് കോമെന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് അയാളുടെ സ്ട്രെങ്ത് ആണെന്ന്. കരയാൻ സാധിക്കുന്ന ഒരു സ്ട്രെങ്ത് ആണ്. നമ്മുടെ എക്സ്പ്രഷൻ, ഇമോഷൻസ് നമുക്ക് വേണ്ടടത്ത് വേണ്ട പോലെ, വേണ്ട രീതിയിൽ, വേണ്ട അളവിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ട്രെങ്ത് ആണ്. പക്ഷെ അതും നമ്മൾ ട്രെയിൻഡ് അല്ല. നമ്മളെ സ്കൂളിലോ നമ്മളുടെ സിസ്റ്റത്തിലോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഇമോഷണൽ മാനേജ്മെൻറ്റ്, ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയും. നമ്മളെല്ലാവരും IQൻ്റെ പുറകെയാണ്. നല്ല മാർക്ക് മേടിക്കണം, നല്ല സ്കോർ വേണം, A ഗ്രേഡ് വേണം, A+ വേണം എന്നുള്ള ഒരു ലൈനിലാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ EQന് പ്രാധാന്യം കൊടുക്കുന്ന സിസ്റ്റംസ് വളരെ കുറവാണ് ഇന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു ഹാബിറ്റാറ്റ് പോലുള്ള സ്കൂളുകളിലൊക്കെ ഒരുപാട് ഇമോഷണൽ ഇൻ്റലിജൻസ്, ഇമോഷണൽ കോഷ്യൻ്റ് എംപവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഞാൻ എൻ്റെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഫാമിങ്ങും കുട്ടികൾക്ക് മണ്ണിലേക്ക് ചവിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എവിടെ കിട്ടുക? മണ്ണിൽ ചവിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, നമ്മളെ ട്രെയിൻഡ് അല്ല ഒന്ന് സയൻറ്റിഫിക്കലി പാരൻറ്റിങ്ങിൽ. നമ്പർ 2, നമുക്ക് നമ്മുടെ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ അറിയില്ല. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ ബാലൻസ് ചെയ്യാൻ പോവുക? കാര്യം എൻ്റെ കുട്ടിക്ക് എൻ്റെ കുട്ടിയുടെ ഇമോഷണൽ സ്റ്റേറ്റിനെ, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയുടെ ബിഹേവിയറിനെ, എൻ്റെ കുട്ടിയുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാനേജ് ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ നല്ല ഡിസിഷൻസ് എടുത്ത് നല്ല റിസൾട്ട്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പൊസിഷനിലായിരിക്കണം. ഞാൻ ഈ റിസൾട്ട്സ് എന്നൊക്കെ പറയാൻ കാരണം, നമ്മളൊക്കെ കുട്ടികളുടെ റിസൾട്ടിനെയാണല്ലോ നമ്മളെപ്പോഴും ഇങ്ങനെ കീൻലി വറീഡാണ് അവൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച്. അപ്പോൾ അവന് നല്ല ഡിസിഷൻസ് എടുക്കാനും അവന് നല്ല ഔട്ട്പുട്ട് ലൈഫിൽ കൊണ്ടുവരാനും അവനെ സാധ്യമാക്കണമെങ്കിൽ അവൻ ക്വാളിറ്റി തോട്ട്സ്, ക്വാളിറ്റി ഇമോഷൻസിലൂടെ അവൻ പോകണം. അവൻ ക്വാളിറ്റി ഇമോഷൻ, എൻ്റെ കുട്ടി ക്വാളിറ്റി ഇമോഷൻസിൽ ക്വാളിറ്റി തോട്ട്സ് ചിന്തിക്കണമെങ്കിൽ അതിന് പറ്റിയൊരു സാഹചര്യം ആ വീട്ടിൽ ഉണ്ടാവണം. അതിന് എൻ്റെ മനസ്സിൽ ക്വാളിറ്റി തോട്ട്സും എൻ്റെ ഹൃദയത്തിൽ ക്വാളിറ്റി ഇമോഷൻസും ഉണ്ടാവണം. ഞാനാണ് മാറേണ്ടത്. ഞാൻ മാറാതെ ഒരു ബാലൻസിങ് നടക്കില്ല. ബാലൻസിങ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇതൊരു മാസ്കിങ് ആയിരിക്കും, അതൊരു കൂട്ടിച്ചേർക്കലായിരിക്കും. ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് പറയും. നമുക്ക് ശരിക്കും ബാലൻസിങ് അല്ല വേണം, നമുക്കൊരു ഫ്ലോ വേണം. വീട്ടിനകത്തൊരു ഫ്ലോ ഉണ്ടായിരിക്കണം. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ കുട്ടികൾ സേഫായിട്ട് ഫീലിംഗ് ഉണ്ടാവണം. ഞാൻ സേഫ് ആയിട്ട് ഫീലിംഗ് ഉണ്ടാവണമെന്ന് പറയുമ്പോൾ ഈ വീട്ടിൽ വരുമ്പോൾ കുട്ടികൾക്ക് സേഫ്റ്റി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് തിരിച്ച് വരുമ്പോൾ ഒരുപാട് കഥകളുണ്ടാവും പറയാൻ. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേ ഒരുപാട് കഥകളുണ്ടാവും പറയാൻ, ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. ഇത് കേൾക്കാൻ നമുക്ക് ഒരു ക്വാളിറ്റി ടൈം, ക്വാളിറ്റി പീരീഡ്, ക്വാളിറ്റി അലോക്കേഷൻ പലപ്പോഴും ഉണ്ടാവില്ല വീട്ടിൽ. അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, അവൻ 1, 2, 3, 4, 5, 10 പ്രാവശ്യമൊക്കെ നമ്മളടുത്ത് അപ്രോച്ച് ചെയ്ത് നോക്കും. നമ്മൾ മൊബൈലിലായിരിക്കും, നമ്മൾ ലാപ്ടോപ്പിൽ വർക്കിലായിരിക്കും. അപ്പോൾ നമ്മൾ അവൻ ആ ഒരു സ്പേസ് കൊടുക്കാതെ വരുമ്പോൾ അവൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പയ്യെ വരാതെ ആയിട്ട് അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് അവൻ പോകും. അപ്പോൾ ചിലപ്പോൾ അവൻ ഗേൾ ഫ്രണ്ടിനെ കണ്ടുപിടിക്കുമായിരിക്കും, അല്ലെങ്കിൽ അവൻ വേറെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ പോകും, അല്ലെങ്കിൽ അവൻ വേറൊരു സിസ്റ്റത്തിലേക്ക് മാറും. അവനെ കേൾക്കാൻ പറ്റുന്ന ഒരിടത്തേക്ക് പോകും. അപ്പോൾ കേൾക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ പാരൻസ് ഇമോഷണലി സ്ട്രോങ് ആയിരിക്കണം. ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റണം കുട്ടികൾക്ക്, തീർച്ചയായിട്ടും. ആൻഡ് ക്വാളിറ്റി ടൈം കൊടുത്തിട്ട് അതേപോലെ തന്നെ നമ്മളുടെ ക്വാളിറ്റി ഇമോഷൻസ് അവർക്ക് എക്സ്പ്രസ് ചെയ്യണം. പാരൻസ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം. ഇപ്പോൾ എൻ്റെയൊക്കെ ഉമ്മയൊക്കെ ഞാൻ ഉമ്മക്ക് ഉമ്മ കൊടുക്കും. ഇപ്പോഴും വീഡിയോ കോൾ ചെയ്താലും ഉമ്മ എന്ന് പറഞ്ഞിട്ടേ ഞാൻ വെക്കുള്ളൂ. ഉപ്പാക്ക് ഉമ്മ കൊടുക്കും. ബിക്കോസ് ഐ ഫീൽ ദോസ് മൊമെൻറ്റ്സ് വിൽ നെവർ കം ബാക്ക്. ആ കിട്ടിയ മൊമെൻറ്റ്സ് വിൽ നെവർ കം ബാക്ക്. അതില്ലാത്തവർക്കേ ആ പ്രയാസം അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് യു ഹാവ് ടു എക്സ്പ്രസ്. കുട്ടികൾക്ക് ഉമ്മ കൊടുക്കണം, ചേർത്ത് പിടിക്കണം, അവരുടെ ഒരു ഇഷ്ടം തുറന്നു പറയണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വീട്ടിലുണ്ടാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടെങ്കിൽ അവർ തുറന്നു പറയും. അവർക്ക് അങ്ങനെ ഒരു നേച്ചർ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ഒരു ചോദ്യം ചോദിക്കാവേ. കുട്ടികൾ ആരെയായിരിക്കും അനുസരിക്കുക? അച്ഛനെ ആയിരിക്കുമോ അമ്മയായിരിക്കുമോ? അച്ഛനെയാണ് നമ്മൾ കരുതുന്നത്. ഞാൻ പറയും അവൻ്റെ കൂട്ടുകാരനായിരിക്കും അനുസരിക്കുക. അവൻ്റെ കൂട്ടുകാരനെ അവൻ ഫോളോ ചെയ്യുക.
അച്ഛനെ അല്ല അമ്മയല്ല, അവൻ്റെ ഏറ്റവും നല്ല അടുത്ത കൂട്ടുകാരനായിരിക്കും അവൻ അനുസരിക്കുക, ഫോളോ ചെയ്യുക, അവൻ പറയുന്ന കാര്യങ്ങളായിരിക്കും അവൻ കൂടുതൽ കേൾക്കുക. അപ്പോൾ ഒരു അച്ഛനും അമ്മയും ആദ്യം ആരാകണം എന്ന് ചോദിച്ചാൽ നല്ലൊരു കൂട്ടുകാരനാവണം. അപ്പം ആ പറയുന്ന കൂട്ടുകാരൻ പറയുന്ന കാര്യങ്ങൾ അവൻ അനുസരിക്കും. അതർവൈസ് വി ഹ്യൂമൻ ബീങ്സ് ഹാവ് എ നേച്ചർ, വി ഹേറ്റ് അഡ്വൈസസ്. എനിക്കിഷ്ടമല്ല. തഡ്വീറിട്ടാണ് ആരെങ്കിലും ഒന്നെങ്കിലും അഡ്വൈസ് ചെയ്യുന്നത്. ഐ ഫീൽ ഓക്വേർഡ്. അപ്പം മനുഷ്യന് അഡ്വൈസ് ഇഷ്ടമല്ല. അപ്പം നമ്മൾ അഡ്വൈസ് ചെയ്യാൻ പോരുത്. നമ്മൾ തമാശക്ക് പറയല്ലോ, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഇരിക്കുകയാണെങ്കിൽ തന്നെ ആരും വന്ന് പറഞ്ഞാൽ മൂട് പോയി, ഇനി ചെയ്യുന്നില്ല. ഇപ്പൊ ചെയ്യാനിരിക്കരുത്, പറഞ്ഞോണ്ട് ചെയ്യുന്നില്ല, പറഞ്ഞോണ്ടേ ചെയ്യില്ല. കാര്യം എന്താണ്? ഈ സാധനം ഉപദേശ കമ്മിറ്റിക്കാരെ നമ്മൾ എടുക്കൂല. നമ്മൾ എടുക്കില്ല. അപ്പം നമ്മളെ കുട്ടികളോ എടുക്കില്ല. അപ്പോൾ അവർക്ക് ഉപദേശമല്ല വേണ്ടത്, അവർക്ക് അനുഭവങ്ങളാണ് വേണ്ടത്, വ്യക്തതയാണ് വേണ്ടത്. അപ്പോൾ ഉപദേശത്തിനപ്പുറം കുട്ടികൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു 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 എക്കോസിസ്റ്റം, അതാണ് ഞാൻ പറഞ്ഞ സേഫ്റ്റി. ആ സേഫ്റ്റി പ്ലാറ്റ്ഫോം വീടുകളിൽ ഉണ്ടാവണം. എന്നിട്ട് എന്ത് ചെയ്യുക? ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക തന്നെ വേണം. അതും പ്രൈമറി ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം. ഞാൻ പറയാൻ കാര്യം 2 ഇമോഷൻസ് ഉണ്ട്. പ്രൈമറി ഇമോഷൻസും ഒരു മനുഷ്യന് സെക്കൻഡറി ഇമോഷൻസും ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, മോൻ സ്കൂളിൽ പോയി, ഓക്കെ, ടിഫിൻ ബോക്സ് എടുത്തില്ല. മോൻ സ്കൂളിൽ പോയി, ടിഫിൻ ബോക്സ് എടുത്തില്ല. അമ്മയുടെ പ്രൈമറി ഇമോഷൻസ് എന്തായിരിക്കും? ഇനി എന്ത് ചെയ്യും, എൻ്റെ മോൻ ഫുഡ് കഴിക്കില്ലല്ലോ, പാവം, അയ്യോ കഷ്ടം, എന്താണാവോ, ഇനി എന്ത് കഴിക്കുമോ. വൈകുന്നേരം വരെ ആ പ്രൈമറി ഇമോഷനിലായിരിക്കും. ബേജാറെന്നൊക്കെ പറയും, പ്രയാസപ്പെട്ടിരിക്കും. മോൻ തിരിച്ചു വരുമ്പോൾ അമ്മ പ്രൈമറി ഇമോഷൻ ആയിരിക്കില്ല കാണിക്കുന്നത്, സെക്കൻഡറി ഇമോഷൻ കാണിക്കും, ദേഷ്യം. എടാ കുരുത്തം കെട്ടവനെ, എടാ നിനക്ക് ടിഫിൻ ബോക്സ് എടുത്ത് നിന്റെ കണ്ണിലെത്തടാ, കുരുവാടാ. സെക്കൻഡറി ഇമോഷൻ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. അവൻ അറിയുന്ന അമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോയിരുന്ന ഇമോഷൻ എന്താ? സ്നേഹത്തിൻ്റെ ഇമോഷനാണ്. ഇഷ്ടവും പ്രയാസവും മകനോട് അഗാധമായ ഉള്ള ഒരു വികാരം, സ്നേഹപ്രകടനമായിരുന്നു വൈകുന്നേരം വരെ. പക്ഷേ അത് പ്രകടിപ്പിക്കേണ്ട അവസരം വന്നപ്പോഴത്തേക്ക് ദേഷ്യം. അപ്പം അമ്മ എന്ത് പറയും? അപ്പം ഈ മോൻ എന്താ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്? മോൻ പറയും, അമ്മയ്ക്ക് എടുത്ത് വെച്ചൂടെ, അമ്മയുടെ കണ്ണിൽ എന്തായിട്ടുള്ളേ, അമ്മക്ക് പൊക്കല്ലോ, നമുക്കിവിടെ എന്താ ജോലി. അവൻ എക്സ്പ്രസ് ചെയ്യുന്നതും ഒരു നെഗറ്റീവ് ഇമോഷനായി മാറും. അപ്പം പ്രൈമറി ഇമോഷൻ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അമ്മ ഒരുപക്ഷെ പ്രൈമറി ഇമോഷൻ ആയിരുന്നു എക്സ്പ്രസ് ചെയ്തിരുന്നെങ്കിൽ അവൻ പറഞ്ഞേനെ, എന്താ അമ്മ സാരല്ലമ്മ, ഞാൻ ആ ബിജോയുടെ ടിഫിൻ ബോക്സിൽ നിന്ന് കഴിച്ചു. അമ്മ കഴിച്ചോ? അപ്പം പറഞ്ഞു, ഇല്ല മോനെ ഞാൻ കഴിച്ചില്ലടാ, നീ വരുന്നവരെ ഞാൻ കഴിച്ചില്ല, എന്നാ വാ അമ്മ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ സീനാകെ മാറും. ഒരു വളരെ വളരെ പോസിറ്റീവ് എൻവയോൺമെൻറ്റിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷനെ നെഗറ്റീവ് സിറ്റുവേഷനാക്കി മാറ്റിയത് ആ അമ്മ പ്രൈമറി ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ പ്രൈമറി ഇമോഷൻസ് നമ്മുടെ കുട്ടികളോടുള്ള, നമ്മൾ എല്ലാവരും കേട്ടോ, അത് എല്ലാ മനുഷ്യരുടെയും പ്രൈമറി ഇമോഷൻസ് എപ്പോഴും പോസിറ്റീവായിരിക്കും. പിന്നെ ഡെവിൾ വന്ന് അഡ്വക്കേറ്റ് ചെയ്യും. അപ്പോഴാണ് നമ്മൾ ഈ ഒരു സെക്കൻഡറി ഇമോഷനിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പ്രൈമറി ഏതാണ്, സെക്കൻഡറി ഏതാണ്, നമ്മളെ ട്രിഗർ ചെയ്യുന്ന സിറ്റുവേഷൻസ്, നമ്മളെ ഇമോഷൻസ് ട്രിഗർ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ആ ട്രിഗറിങ് സിറ്റുവേഷൻസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ പഠിക്കണം. ചിലപ്പോൾ നമുക്ക് ദേഷ്യം തോന്നും, പക്ഷേ ആ സിറ്റുവേഷനിൽ ദേഷ്യമല്ല എൻ്റെ പ്രൈമറി ഇമോഷൻ ഞാൻ അവനെ കാണിച്ചാൽ അവൻ കൂടുതൽ എന്നോട് അടുക്കും എന്നൊരു ബോധം. ഇതിൻ്റെ പേരാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇതിന് നിങ്ങൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയൊന്നും പഠിക്കണ്ട. ചെറിയ കോഴ്സസ് ഉണ്ട്, ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ചെറിയ കോഴ്സസ് ഉണ്ട്. ഇമോഷണൽ ഇൻ്റലിജൻസ് എങ്ങനെ നമുക്ക് പഠിക്കാം, അതെങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് 4 സ്റ്റെപ്പാട്ടോ, വളരെ സിമ്പിളാണ്. ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി പറഞ്ഞുതരാം. ഒന്ന് അവയർനെസ്സാണ്. എനിക്ക് സെൽഫ് അവയർനെസ്സും ഉണ്ടാവണം, അതേപോലെ സോഷ്യൽ അവയർനെസ്സും ഉണ്ടാവണം. മറ്റുള്ളവരെ കുറിച്ചും ഞാൻ അവെയർ ആയിരിക്കണം. രണ്ടാമത്തത് മാനേജ്മെൻറ്റാണ്. ഞാൻ എന്നെയും മാനേജ് ചെയ്യണം, റിലേഷൻഷിപ്പും മാനേജ് ചെയ്യണം. ഇത് രണ്ടും, അവയർനെസ്സും മാനേജ്മെൻറ്റും നമുക്ക് പഠിച്ചാൽ നമുക്ക് നമ്മളെ പാരൻറ്റിങ് ഭയങ്കര ഈസി ആയിരിക്കും. നമ്മളെ കുട്ടികളെയൊക്കെ ഈസിലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. കാര്യം അവർ ജനറ്റിക്കലി നമ്മളുമായിട്ട് കണക്റ്റഡ് അല്ലേ. നമ്മുടെ ഹൃദയവും അവരുടെ ഹൃദയവും കണക്റ്റഡാണ്. ആത്മാക്കളെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ആത്മാക്കളാണ്. അതുകൊണ്ട് പാരൻറ്റിങ് ഈസ് നോട്ട് എ ഹെർക്കൂലിയസ് ടാസ്ക്. ചിലർ പറയാറുണ്ട് പാരൻറ്റിങ് ഭയങ്കര ഒരു വലിയ ടാസ്ക്. ഒന്നുമല്ല, പാരൻറ്റിങ് ഈസ് ആക്ച്വലി സിമ്പിൾ, ബട്ട് വി മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. വേറൊരാൾക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ പാരൻസിനാണ് പറ്റുക. അബ്സല്യൂട്ട്ലി. ഈ ലോകത്ത് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ സാധിക്കുന്നത് അവൻ്റെ അമ്മയ്ക്കാണ്. അത് കഴിഞ്ഞ് അച്ഛനും.
3 പ്രാവശ്യം അമ്മയ്ക്ക്. എൻ്റെ അനുഭവം അല്ല ഞാൻ പറയുന്നത്, ഇത് വേദഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യനെ പഠിപ്പിക്കുന്ന വലിയ പാഠമാണ്. നീ ആരോടാണ് ഏറ്റവും കൂടുതൽ കമ്മിറ്റഡ് ആകേണ്ടത് എന്ന് പ്രവാചകനോടൊരു അനുയായി ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു എൻ്റെ അമ്മയോട്. വീണ്ടും ചോദിച്ചപ്പോൾ അമ്മയോട്, വീണ്ടും ചോദിച്ചു അമ്മയോട്, പിന്നീട് അച്ഛനോട്. കാരണം അമ്മയോട് നമ്മൾ അത്രയ്ക്കും കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ അമ്മയ്ക്ക് നമ്മളെ സ്വാധീനിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കും സ്വാധീനിക്കാൻ സാധിക്കില്ല. പക്ഷെ ആ അമ്മ അങ്ങനെ ഒരു പ്രൈമറി ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ, സെക്കൻഡറി ഇമോഷൻസ് വെന്റിലേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ, അതായത് മകനോടുള്ള യഥാർത്ഥ സ്നേഹം എക്സ്പ്രസ് ചെയ്യാതിരുന്നാൽ ഒരു പക്ഷേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ മകനത് റിയലൈസ് ചെയ്യാൻ പറ്റാതെ വരും. ഇന്ന് ഞാൻ ഈ പ്രോഗ്രാമിൽ വരുന്നതിന് മുമ്പ് ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ട്രെയിനിങ് കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാണോ എന്നൊക്കെ ചോദിച്ചു ഒരാൾ എനിക്ക് കമൻറ്റ് ചെയ്താൽ. അപ്പോൾ ഞാൻ അതിന് എൻ്റെ ട്രെയിനിങ് ഫീഡ്ബാക്ക് വീഡിയോ ഇട്ടു. അങ്ങനെ എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നു. അപ്പോൾ അതിനകത്ത് എൻ്റെ വീഡിയോ കണ്ട് ട്രാൻസ്ഫോം ആയ ഒരു ലേഡി, ആ ലേഡി ഒരു അഭിപ്രായം പറഞ്ഞാണ്, എനിക്കൊരു കമൻ്റ് അയച്ചാണ്, സാറ് ഇതൊന്നും കേട്ട് പ്രയാസപ്പെടണ്ട കേട്ടോ സാറേ, ഞാൻ വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ, പക്ഷേ 30 വർഷമായിട്ട് പിണങ്ങിയിരുന്ന ഉമ്മയോട്, ഉമ്മ ഇവിടെയായിരുന്നു, ഉമ്മ ഗൾഫിൽ ഒരു മെയ്ഡായിട്ട് വർക്ക് ചെയ്യണം 13 വർഷം, 13 വർഷം. ഈ 13 വർഷമായിട്ട് ഈ മക്കളോടൊന്നും വലിയ കണക്ഷൻ ഇല്ല. ഉമ്മ ആ വീട്ടിൽ തന്നെ അവരുടെ ജീവിതം മുമ്പോട്ട് പോയിരുന്നു. അബുദാബിയിലായിരുന്നു. അവർ പ്രാവശ്യം തിരിച്ചു വന്നു. അപ്പോൾ ഈ 13 വർഷവും ഈ മകൾക്ക് അമ്മയോട് വല്ലാത്ത ദേഷ്യമായിരുന്നു, ഇഷ്ടമില്ലായിരുന്നു. കാര്യം അമ്മ എക്സ്പ്രസ് ചെയ്യില്ല ഇമോഷൻസ്. അമ്മ പ്രൈമറി ഇമോഷൻസ് ഒരിക്കലും എക്സ്പ്രസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ മകൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. മകൾക്ക് മാത്രമല്ല ഈ സഹോദരനും ഒക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷേ ഷീ സ്റ്റാർട്ടഡ് അണ്ടർസ്റ്റാൻഡിങ്. അതെൻ്റെ അമ്മയുടെ ബിഹേവിയറൽ പാറ്റേൺ ആണ്. അമ്മ അങ്ങനെയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്ത് ആ കുട്ടിയുടെ ഇമോഷൻസ് മാനേജ് ചെയ്ത് ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ചു, ഞാനിപ്പോൾ എൻ്റെ അമ്മയെ വല്ലാണ്ട് സ്നേഹിക്കുക. ബിക്കോസ് എൻ്റെ അമ്മ അങ്ങനെയാണ്. എൻ്റെ അമ്മ എന്നും എക്സ്പ്രസ് ചെയ്യില്ല. നമുക്കൊക്കെ എക്സ്പെക്റ്റേഷൻ ഇഷ്യൂസ് ഭയങ്കരമാണ്. നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വി നാച്ചുറലി ഗെറ്റ് ഹേർട്ട്. നമ്മളാണ് ഹേർട്ട് ചെയ്യുന്നത് പെടുന്നത്. എക്സ്പെക്റ്റേഷൻ വിൽ ഓൾവേസ് ഹേർട്ട്. ആദ്യം ഹേർട്ട് ചെയ്യുന്നത് നമ്മളെ. അപ്പോൾ എൻ്റെ അമ്മ മാറണം, എൻ്റെ അമ്മ പ്രൈമറി ഇമോഷൻസ്, അതായത് സ്നേഹം പ്രകടിപ്പിക്കണം, ഇഷ്ടം പ്രകടിപ്പിക്കണം, കാരുണ്യം കാണിക്കണം എന്നൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും അമ്മ അത് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ അതെന്നെ വേദനിപ്പിക്കും. അപ്പോൾ ഒരു പോയിന്റിലെത്തിയപ്പോൾ ആ കുട്ടി തീരുമാനിക്കുകയാണ്, എൻ്റെ അമ്മ അങ്ങനെ ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാത്ത ആളാണ്, പക്ഷെ ഞാൻ തിരിച്ചങ്ങനെ എക്സ്പ്രസ് ചെയ്യും, കാര്യം എനിക്കതാണല്ലോ വേണ്ടത്, അത് ഞാൻ കൊടുക്കും എന്ന് ആ കുട്ടി തീരുമാനിച്ചപ്പോൾ ആ അമ്മ മാറിയില്ല, ആ കുട്ടിക്ക് സമാധാനം കിട്ടി. അപ്പോൾ ഞാൻ എപ്പോഴും പറയും കേട്ടോ, നമ്മുടെ ലൈഫിൽ നമുക്ക് സമാധാനം വേണമെങ്കിൽ സ്റ്റോപ്പ് എക്സ്പെക്റ്റിംഗ് ഫ്രം പീപ്പിൾ ആൻഡ് സ്റ്റാർട്ട് അക്സെപ്റ്റിംഗ് പീപ്പിൾ ഇൻ ദ വേ ദേ ആർ. എങ്ങനെയാണോ അങ്ങനെ അവരങ്ങ് അക്സെപ്റ്റ് ചെയ്യുക, എക്സ്പെക്റ്റേഷൻ നിർത്തുക. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനോടും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഐ എം ടെല്ലിങ് യു, ഈ ഭൂമിയിൽ ഒരു മനുഷ്യനോടും എക്സ്പെക്റ്റ് ചെയ്യരുത്. ബി ഇറ്റ് ഇൻ ബിസിനസ്, സെയിൽസ് ഓർ ഇൻ പേഴ്സണൽ ലൈഫ്. മക്കളെ പോലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത് ഇടങ്ങേറിലാവും. അവനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം, എങ്ങനെയാണോ അങ്ങനെ. ഇപ്പോൾ കണക്കിൽ വീക്കാവൻ, ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കും, അവന് ട്യൂഷൻ കൊടുക്കുന്നത് കണക്കായിരിക്കും. എടാ അവൻ ഇംഗ്ലീഷിൽ സ്ട്രോങ് അല്ലേ, അവൻ്റെ സ്ട്രോങ് ഏരിയയിൽ അവന് വർക്ക് ചെയ്യിക്കും. നമ്മൾ വീക്ക്നെസ്സിലാണ് വർക്ക് ചെയ്യിക്കുന്നത്. മാത്സിൽ അവൻ വീക്കാണ്, അതുകൊണ്ട് മാത്സിന് എക്സ്ട്രാ ക്ലാസ്, ട്യൂഷൻ ഒക്കെ കൊടുക്കും. അവൻ്റെ സ്ട്രെങ്ത്, അവൻ്റെ ഇഷ്ടം, അവൻ്റെ പാഷൻ ഇംഗ്ലീഷിൽ കിടക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അവൻ എങ്ങനെയാണോ അവനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യും. അപ്പം ഇംഗ്ലീഷിൽ അവൻ ബ്രില്യൻ്റ് ആണെന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യാതെ മാത്സിൽ അവൻ്റെ വീക്ക്നെസ്സിലാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ മുഴുവൻ. എന്താ പറ്റുക? അവൻ മാത്സ് പഠിക്കുകയോ ഇല്ല, അവൻ ഇംഗ്ലീഷിൽ അവനെ എങ്ങും എത്താനും പറ്റാതെ പോകും. അപ്പം നമ്മളുടെ പെർസ്പെക്റ്റീവ്സ് ചേഞ്ച് ചെയ്യണം. പാരൻറ്റിങ്ങിൽ നമ്മുടെ പെർസ്പെക്റ്റീവ്സ് ഒക്കെ മാറ്റണം. നമ്മൾ ട്രെയിൻഡ് ആകണം ആദ്യം. ഇതൊരു ട്രെയിൻഡ് പ്രൊഫഷനായിട്ട് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. കാര്യം നമ്മൾ ട്രെയിൻഡ് അല്ലെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്യാൻ പോകുന്ന ഒരു ജനറേഷൻ ഭാവിയിലെ ഏറ്റവും വലിയ സിറ്റിസൺസിനെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട് ആസ് പാരൻസ്. എവിടെയോ നമ്മൾ ഓഫ് റെക്കോർഡിൽ പറഞ്ഞാണ്, പഴയ തലമുറയിലെ ടീച്ചേഴ്സും പഴയ തലമുറയിലെ പാരൻസും പുതിയ തലമുറയിലെ കുട്ടികളെ ഭാവിയിലേക്ക് ട്രെയിൻ ചെയ്യാൻ ശ്രമിക്കുക. വല്ലാത്തൊരു ഒരു ഗ്യാപ്പാണ്. ദൂരദർശനും കേബിൾ ടി വിയോ കണ്ട ഉമ്മമാർ യൂട്യൂബ് കാണുന്ന മക്കളെ ട്രെയിൻ ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ യൂട്യൂബ് കണ്ടിരുന്ന നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും യൂസ് ചെയ്യുന്ന മക്കളെ ട്രെയിൻ ചെയ്യുക.
അപ്പം ഈ ഒരു ജനറേഷൻ ഗ്യാപ്പ്, ഈ ഗ്യാപ്പ് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ആ ഗ്യാപ്പിൽ ഈ പുതിയ മാറിയ സാഹചര്യത്തിൽ അവർ എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്, അവരുടെ ഇമോഷണൽ വേവ്സ് എന്താണ്, അവരനുഭവിക്കുന്ന സിറ്റുവേഷൻസ്, അവർ കടന്നു പോകുന്ന മാനസികാവസ്ഥ, പിയർ പ്രഷർ, ഇതൊന്നും ചിലപ്പം ദൂരദർശൻ കണ്ടിരുന്ന ഉമ്മ ഉപ്പയുടെ കാലത്തിലുള്ള പിയർ പ്രഷറോ അല്ലെങ്കിൽ സിറ്റുവേഷനോ അല്ല. കാലം മാറി. അപ്പോൾ മാറിയ കാലത്തിൽ നമ്മൾ അവരുടെ ലൈഫിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം, അത് അക്സെപ്റ്റ് ചെയ്യണം, എന്നിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യണം അവരെ. അപ്പോഴാണ് പാരൻറ്റിങ് ബ്യൂട്ടിഫുൾ ആകുന്നത്. ബ്യൂട്ടിഫുൾ. റിയാസ്മേന എന്നെ കാണുമ്പോൾ ചോദിക്കണമെന്ന് കരുതിയ ഒരു ചോദ്യമാണ്. ഞാൻ വിജയ് സേതുപതിയിലും താങ്കളിലും കണ്ടൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഭയങ്കര ഫിസിക്കലി ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന രണ്ടാളുകളാണ്. ഞാൻ ഒരുപാട് പേരെ താങ്കൾ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അങ്ങനെ പൊതുവെ അങ്ങനെ ചെയ്യാറില്ല. വിജയ് സേതുപതി എന്നുള്ള ആക്ടർ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ അവരുടെ ഫാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്നേഹം തോന്നി അത് പ്രകടിപ്പിക്കുക. ഇപ്പോൾ ഈ പാരൻറ്റെങ്കിലും നമുക്ക് വല്ലാണ്ട് മിസ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയുള്ളത് ഫിസിക്കൽ ടച്ചാണ്. ടച്ചിന് നമ്മളെപ്പോഴും ലെസ്റ്റുമായിട്ടാണ് നമ്മൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. നമ്മുടെ മറ്റ് റിലേഷൻഷിപ്പുകളിൽ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചില ആൾ ഹഗ്ഗിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ആളുകൾ സംസാരിക്കുന്നത് കാണാം. ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ അത് കിട്ടാത്തതുകൊണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വൈഫിൻ്റെയും ഹസ്ബൻഡിൻ്റെയും കേസ് എടുക്കാം. ഹസ്ബൻഡ് വളർന്നു വന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ അവൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു ഹഗ്ഗ് പാരൻസുമായിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടോ ഇല്ലാത്തൊരു രീതിയിൽ വളർന്നു വന്ന ഒരാളായിരിക്കും. നേരെ മറിച്ച് ആ ഒരു പെൺകുട്ടി വൈഫ് ജീവിതകാലം മുഴുവൻ ഹഗ്ഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അവർ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ ഭാവിയിൽ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമുണ്ട്. അത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കേസ് എനിക്ക് പേഴ്സണലി അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, അങ്ങനെ ഒരു എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളല്ല ഹഗ്ഗ് എന്ന് പറയുന്ന സാധനത്തിന് ഭയങ്കരമായിട്ട് എന്താ നമ്മൾ തീരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ടച്ച്. പേഴ്സണൽ ആയിട്ടുള്ള ഒരു വ്യക്തികൾ തമ്മിലുള്ള ടച്ചിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് ശരിക്കും? ഹ്യൂജ്. പലരും പല നേച്ചറാണ്. ഇപ്പം തൻവീർ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ഭയങ്കര കെനസ്തറ്റിക്കാണ്. എനിക്കിങ്ങനെ ആൾക്കാരെ തൊടണം, തൊട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ തൻവീറിനെ ആദ്യം കണ്ടപ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കുക. കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു ഞാൻ വല്ലാണ്ട് ഞാനല്ലാതെയായി മാറും. ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ പറഞ്ഞത് മാസ്ക് ഇട്ടുകൊണ്ട് പോയാൽ മതി സ്റ്റേജിൽ, അപ്പം നിങ്ങൾ ഇനി കെട്ടിപ്പിടിക്കില്ലല്ലോ, നിങ്ങളുടെ അടുത്ത് ആരും വരില്ല, എന്തോ അസുഖം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ഈ കോഴിക്കോട് വലിയ ഇവൻ്റ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ സിക്കായി ന്യൂമോണിയ അടിച്ചു കിടന്നു. ഇത് ഈ പറഞ്ഞ ഹഗ്ഗിങ്ങിൻ്റെ ഒരു ചെറിയൊരു നെഗറ്റീവ് വശമാണ് പറയുന്നത്. പെട്ടെന്ന് ഈ അസുഖങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യും. നമ്മൾ വല്ലാണ്ട് ഇങ്ങനെ റാൻഡമായിട്ട് ആൾക്കാരെ ഇങ്ങനെ ഹഗ് ചെയ്യുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞാൽ അത് വലിയ വിഷയമാവും. അപ്പോൾ അതെനിക്ക് അത്തരം പ്രശ്നത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളാണ് ഞാൻ. ബട്ട് എന്നാലും ഞാൻ ഡോക്ടറോട് പറയും, ഡോക്ടറെ എനിക്ക് തൊട്ടേ പറ്റൂ, എനിക്കില്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഈവൻ കോവിഡ് വന്നപ്പോൾ പോലും ഞാൻ ഫിസിക്കൽ ട്രെയിനിങ് ചെയ്ത ആളാണ്. ഞാൻ ഓൺലൈൻ ട്രെയിനിങ് ചെയ്യില്ല, കാരണം എനിക്ക് തൊടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ബൈ നേച്ചർ ചിലർക്ക് അങ്ങനെ കിനസ്തെറ്റിക് ആവുന്നവരുണ്ട്, ചിലർ വിഷ്വൽ സെൻസ് ഉള്ള ആൾക്കാരുണ്ട്, ചിലർ ഓഡിറ്ററി സെൻസ് ഉള്ളവരുണ്ട്, ചിലർ നന്നായിട്ട് സ്മെല്ല് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരുണ്ടാവും. അപ്പോൾ ടച്ച് അത് ഒരു നേച്ചറാണ്. ഒന്ന് ചിലർക്ക് ആ നേച്ചർ ചിലപ്പോൾ കൂടുതലായിരിക്കും, അതുകൊണ്ട് അവർക്ക് അങ്ങനെ ടച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചിലർക്ക് അങ്ങനെ ടച്ചിങ് നേച്ചർ കുറവായിരിക്കും. പക്ഷേ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ 6 minutes kiss and 12 minutes 6 seconds kiss and 12 seconds of hug will change a person's complete behavior. ഒരു മനുഷ്യനെ നമ്മൾ 6 സെക്കൻഡ് കിസ് ചെയ്യുകയോ 12 സെക്കൻഡ് ഹഗ് ചെയ്യുകയോ ചെയ്താൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കംപ്ലീറ്റ് ബിഹേവിയറൽ പാറ്റേൺസ് ചേഞ്ച് ആയി പോകും. അയാൾ മെൽറ്റാവും. ഞാനത് അനുഭവിക്കാറുണ്ട്. ചില ഇങ്ങനെ ഹഗ് ചെയ്തിട്ട് കഴിയുമ്പോൾ എനിക്കിവിടെ തട്ടുന്നതറിയാം, അയാളുടെ ഹൃദയം ഇങ്ങനെ ഇടിക്കുന്നതറിയാം. ഞാൻ ലാസ്റ്റ് ഹഗ് ചെയ്ത് കരഞ്ഞത് 3 മിനിറ്റാണ്. ഞാനും അയാളും കരഞ്ഞു. എനിക്ക് അയാളെ അറിയില്ല. ഞാൻ പ്രോഗ്രാം കേൾക്കുമ്പോൾ അയാൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ഹഗ് ചെയ്ത് എനിക്ക് തോന്നുന്നൊരു 15 സെക്കൻഡ് പോലും അയാൾ ഇതിവിടെ തട്ടി ഇങ്ങനെ ഇടിക്കുന്ന സൗണ്ട് എനിക്ക് കേട്ടു. അപ്പം എനിക്കും അത് തട്ടി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞു. എനിക്ക് തോന്നുന്നു അത് ഷൂട്ട് ചെയ്യാൻ വന്ന ഇജാസ് കണ്ടോന്നറിയില്ല, ഞങ്ങൾ പുറത്ത് നിന്ന് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ കാരണം അറിയില്ല, എന്താ കാരണമെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചില്ല, ഞാൻ അയാളോട് ചോദിച്ചതേ ഇല്ല. പക്ഷേ ഞങ്ങളൊരു 3 മിനിറ്റ് ഇങ്ങനെ ടൈറ്റായിട്ട് നിന്ന് കരഞ്ഞു. ചിലപ്പോൾ ചിലർക്ക് അത് മതിയായിരിക്കും. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ അടുത്ത് നിന്ന് ഹൃദയം ടച്ച് ചെയ്തിട്ടൊന്ന് കരയാൻ
ഒരവസരമില്ലാതെ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ആ സുഹൃത്ത് ഇപ്പോൾ പറഞ്ഞ ആ കേസിലും ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അങ്ങനെ അവൈലബിൾ ആകാൻ അയാൾ ശീലിച്ചിട്ടുണ്ടാവില്ല, അയാൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല, അയാളുടെ ജെനറ്റിക്കൽ കോഡിങ്ങിൽ അത് ഉണ്ടാവില്ല, അയാൾ കെനസ്തറ്റിക് ആയില്ല. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വാലിഡേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് നിന്ന് കൊടുത്താൽ ചിലപ്പോൾ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും അതോടെ അലിഞ്ഞ് തീരും. ഞാൻ ഈ 3 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നീട് അയാൾ ഇന്നെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ട്രെയിനിങ്ങിൽ പലരും നമ്മൾ കണ്ട് ചിരിച്ചിട്ട് പോകാറുണ്ട്, പക്ഷേ അയാളെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറി. അയാളുടെ ജീവിതത്തിൽ ആരോടും പറയാത്ത, അയാളുടെ മനസാക്ഷിയോട് മാത്രം പറഞ്ഞിരുന്ന പല കാര്യങ്ങളും അന്ന് രാത്രി എന്നോട് തുറന്നു പറഞ്ഞു. എന്തുകൊണ്ടാണ് ആ 3 മിനിറ്റ് കരഞ്ഞതെന്ന് പിന്നീട് അയാൾ 3 മണിക്കൂർ കൊണ്ട് എന്നോട് പറഞ്ഞു തീർത്തു. ഇന്ന് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങളിലൊക്കെ നഷ്ടപ്പെടുന്നത് അത്തരം ഒരു ഒരുമിക്കലാണ്. അത്തരം ഈ പറഞ്ഞ ഹഗ്ഗിങ്ങും അത്തരം കണക്ടിവിറ്റിയൊക്കെ ഈ ശരീരം കൊണ്ട് തുടങ്ങിയിട്ട് അത് ഹൃദയം കൊണ്ട് തട്ടണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഹഗ് ചെയ്യുമ്പം ഹൃദയം ഇടിക്കുന്ന 2 പേർക്കും ഫീൽ ചെയ്യും. ഞാൻ എഴുതി തരാം തൻവീർ, ഹൃദയം ഇടിക്കുന്ന 2 പേർക്കും ഫീൽ ചെയ്താൽ പിന്നെ ആത്മാവിന് കൺട്രോൾ കിട്ടില്ല. അപ്പോഴാണ് കണ്ണീര് വരുന്നത്. പറയുമ്പോൾ എനിക്ക് കണ്ണീര് വരുന്നത്, ദ മൊമെൻറ്റ് യുവർ ഹാർട്ട് ഗെറ്റ് കണക്റ്റഡ്, ദെൻ ദാറ്റ്സ് വെൻ യുവർ ഫീലിങ്സ് വിൽ ഗെറ്റ് ട്രിഗേർഡ്. ഹൃദയത്തിൻ്റെ ലാംഗ്വേജാണ് ഫീലിങ്സ്, മനസ്സിൻ്റെ ലാംഗ്വേജാണ് ചിന്തകൾ, ശരീരത്തിൻ്റെ ലാംഗ്വേജാണ് വാക്കുകൾ. സിമ്പിളാണ്. ഐ വിൽ റിപ്പീറ്റ് ദിസ്. ഹൃദയത്തിൻ്റെ ലാംഗ്വേജ് ഫീലിങ്സാണ്, ശരീരത്തിൻ്റെ ലാംഗ്വേജ് വാക്കുകളാണ്, ശരീരത്തിൻ്റെ ലാംഗ്വേജ് വാക്കുകളാണ്, ചിന്തകളാണ് മനസ്സിൻ്റെ ലാംഗ്വേജ്. ഈ ലാംഗ്വേജ് നമ്മൾ പഠിക്കണം. നമ്മൾ ഫ്രഞ്ചും നമ്മൾ അറബിക്കും മലയാളമൊക്കെ പഠിക്കാൻ നമ്മൾ എഫേർട്ട് ഇടാറുണ്ട്. ഈ ലാംഗ്വേജും കൂടെ പഠിക്കണം. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എങ്ങനെ നമുക്ക് അയാളെ ഇമോഷണൽ ആക്കാൻ സാധിക്കും, അവിടെയാണ് നമ്മുടെ പോസിറ്റീവ് ഇമോഷണൽ ആക്കാൻ സാധിക്കും കേട്ടോ. അവിടെയാണ് ഒരു മനുഷ്യൻ സക്സസ്ഫുൾ ആകുന്നതും അവിടെ തന്നെയാണ് ഒരു മനുഷ്യൻ പരാജയപ്പെട്ടു പോകുന്നതും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഒരു നെഗറ്റീവ് ഇമോഷനിലേക്ക് ആക്കാൻ എളുപ്പമാണ്. ഒന്ന് പരിഗണിക്കാതിരുന്നാൽ മതി. എങ്ങനെ ഇരിക്കുമ്പം ഞാൻ തിരിഞ്ഞിരുന്നാൽ മാത്രം മതി. അയാളെ നെഗറ്റീവ് ഇമോഷൻ സ്റ്റേറ്റിലേക്ക് പോകും. പക്ഷേ അയാളെ പോസിറ്റീവ് ഇമോഷൻ സ്റ്റേറ്റിലേക്ക് പോകാൻ കുറച്ച് എളുപ്പമല്ല. അതെളുപ്പമല്ല. അതിന് ഞാൻ എഫേർട്ട് ഇടണം. അപ്പം പരിഗണിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരു മനുഷ്യന് വളരെ നിസ്സാരമായിട്ട് ചെയ്യാം. പക്ഷെ ഒരു മനുഷ്യനെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെയാണോ അങ്ങനെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പക്ഷെ ദ മൊമെൻറ്റ് യു സ്റ്റാർട്ട് പ്രാക്ടീസിങ് ഇറ്റ്, നിങ്ങളെ എല്ലാവരും പരിഗണിച്ചു തുടങ്ങും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് കാണുന്ന എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ പരിഗണനകളും എന്നെ റാൻഡമായിട്ട് റോഡിൽ കാണുമ്പോൾ ആൾക്കാർ കൈ കാണിക്കുന്നതും മിണ്ടുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ നമ്മൾ തിരിച്ച് പരിഗണിക്കാൻ തയ്യാറായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്താണോ ഇപ്പം കർമ്മ എന്ന് പറയുന്ന പോലെ വാട്ട് യു ഗീവ് ഔട്ട് വിൽ ഡെഫിനറ്റ്ലി വുഡ് കം ബാക്ക്. നമ്മളെന്താണോ കൊടുക്കുന്നത് അതായിരിക്കും തിരിച്ചു വരുന്നത്. അത് മാത്രമേ തിരിച്ചു വരാവൂ എന്നുള്ള ഒരു ആശയം വരുന്നിടത്തായി പ്രശ്നം. അവിടെയാണ് നമ്മൾ തകർന്നു പോകുന്നത്. ഞാൻ കുറേ നന്മ ചെയ്തല്ലോ, കുറേ പേർക്ക് ഞാൻ സഹായിച്ചു, അല്ലെങ്കിൽ ഞാൻ കുറേ ഹെൽപ്പ് ചെയ്തു, സപ്പോർട്ട് ചെയ്തു, എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്നാലോചിക്കുന്നിടത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ എക്സ്പെക്റ്റേഷൻ ട്രാപ്പിലാവും. അപ്പോൾ അതല്ലാതെ നമുക്ക് മനുഷ്യനെ കണ്ടുകൊണ്ട് ചേർത്ത് പിടിക്കാൻ ഒരു അവസരം കിട്ടിയാൽ, ഇഫ് യു ക്യാൻ ജസ്റ്റ് എക്സ്പ്ലോർ ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ഓഫ് കോഴ്സ് ജെൻഡർ മാറ്റേഴ്സ് കേട്ടോ. ഇപ്പം ഞാൻ ഈ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് ജെൻഡറുള്ള ആളെ പോയി കെട്ടിപ്പിടിക്കുക എന്നുള്ളതല്ല. അവരെയും നമുക്ക് എങ്ങനെ ഇപ്പോൾ കോവിഡ് സമയത്ത് നമ്മൾ പല രീതിയിലുള്ള ബോഡി ലാംഗ്വേജ് അഫെക്ഷൻസ് ഒക്കെ നമ്മൾ കണ്ടാണ്. ഇങ്ങനെ തട്ടി അല്ലേ, ഇങ്ങനെ പിടിച്ച് പല ബോഡി ലാംഗ്വേജിലൂടെയും നമുക്ക് ഈ അഫെക്ഷൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഹഗ്ഗിങ് ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ്, എസ്പെഷ്യലി ആസ് വി ആർ ഡിസ്കസിങ് പാരൻറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഞാൻ പറയാണ്, നിങ്ങളുടെ കുട്ടികളെ അത് എത്ര വലുതും ആയിക്കോട്ടെ, എത്ര ചെറുതും ആയിക്കോട്ടെ, ഇങ്ങനെ ഒന്ന് മുട്ടുകുത്തി നിന്ന് ഹഗ് ചെയ്യാനായിട്ട് വിളിച്ചാൽ അവൻ വരും, അല്ലെങ്കിൽ അവൾ വരും. അങ്ങനത്തെ ഹഗ് നമ്മൾ ഡെയിലി കൊടുക്കാൻ പറ്റിയാൽ ദാറ്റ് ക്യാൻ ഹീൽ. ഒരുപാട് അസുഖത്തെ അത് ഹീൽ ചെയ്യാൻ സഹായിക്കും. മാനസികമായും ശാരീരികമായും ഒരുപാട് അസുഖത്തെ അത് ഹീൽ ചെയ്യാൻ സാധിക്കും.